പെൻ ഡ്രോയിങ്ങിലേക്ക് വരുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഏതൊക്കെ പെൻസാണ് യൂസ് ചെയ്യുക, ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുക, ഏതൊക്കെ പേപ്പറാണ് യൂസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി പെൻ ഡ്രോയിങ് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ 5 ടിപ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് സച്ചിൻ, ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. പോയിന്റ് നമ്പർ 1, സ്ലോ ഡൗൺ. നിങ്ങൾ ആലോചിക്കുക, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് എല്ലാം പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കുറച്ചും കൂടി സേഫ് ആയിട്ടൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം പെൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ തിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സബ്ജക്റ്റ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലൊരു പെൻസിൽ, നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്ത ഒരു HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പെന്ന് യൂസ് ചെയ്യാനായിട്ട് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെപ്പോഴും സ്ലോ ഡൗൺ എന്നുള്ളൊരു പ്രോസസ്സ് വേണം. പെൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധൃതി പിടിച്ചിട്ട് തീർക്കാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. നോർമലി ബിഗിനേഴ്സിന് ആ ടെൻഡൻസി കൂടുതൽ വരുന്ന സമയത്താണ് നമുക്ക് മിസ്റ്റേക്കുകൾ വരാനായിട്ട് സാധിക്കുക. മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുത്താനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ സ്ലോ ഡൗൺ ആയിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രസ് കിട്ടണമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു സ്ലോ ഡൗൺ. പോയിന്റ് നമ്പർ 2, ഫോക്കസ് ഓൺ പ്രോസസ് നോട്ട് ടൂൾസ്. നമുക്ക് ബിഗിനേഴ്സിന് വരുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് ടൂൾസിലേക്ക് പോകുക എന്നുള്ളത്. ഏതാണ് ബെസ്റ്റ് പെൻ, ഏതാണ് ബെസ്റ്റ് പേപ്പർ. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ടൂൾസിനെ കുറിച്ച് അധികം അന്വേഷിക്കാതെ ആ പ്രോസസ്സ് നമ്മൾ സിംപ്ലിഫൈ ആക്കി എടുക്കുക. പ്രോസസ്സ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ടൂൾസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ഡൗട്ടായിരിക്കും ഏത് പെന്നാണ് യൂസ് ചെയ്യുക. ഒരു സിമ്പിൾ ആൻസർ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പെന്ന് യൂസ് ചെയ്യുക. നമ്മൾ എഴുതി ശീലിച്ചിട്ടുള്ള, അപ്പോൾ നിങ്ങൾ നോർമലി നോട്ട്സ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പെൻ നിങ്ങൾ കൂടുതൽ കാലം നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. സോ ഡ്രോയിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആ സെയിം പെന്ന് വെച്ചിട്ട് തന്നെ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ആ പെന്നായിട്ട് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. ആ പെൻ എത്രത്തോളം ഡാർക്ക് ആവും, എങ്ങനെയാണ് പിടിക്കുക, ഇങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബെറ്റർ പെന്ന് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ആ സെയിം പെന്ന് വെച്ച് നിങ്ങൾ ഇതുവരെ ഡ്രോയിങ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ചെറിയ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് സ്ക്രിബിൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പെൻ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് മെയിൻ ഡ്രോയിങ്ങിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പേപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് GSM കുറഞ്ഞ പേപ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. മിനിമം A4 പേപ്പറിൻ്റെ ഒരു 80 GSM എങ്കിലും എടുക്കുക. കാരണം ഒരുപാട് കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ ഭയങ്കരമായിട്ട് പാടുകളും ചുളികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പെന്ന് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള GSM ഉള്ള പേപ്പർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 80 GSM മുകളിലുള്ള പേപ്പർ യൂസ് ചെയ്യണമായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് പെൻ ഡ്രോയിങ്ങിൽ. ചിലർ ഭയങ്കര റഫായിട്ടുള്ള പേപ്പേഴ്സിൽ പെൻ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പേപ്പേഴ്സ് ചെയ്യുന്നവരുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മീഡിയം സർഫസ് ആണ്. അധികം റഫും അല്ല, അധികം സ്മൂത്തും അല്ല. കാരണം ഒരുപാട് റഫ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷെയ്ഡൊക്കെ പെൻ ഉപയോഗിച്ച് ഹാച്ചിങ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ വിചാരിച്ച് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ആ ഒരു ഹാച്ചിങ് മെറ്റീരിയലുകൾ എടുത്ത് നിൽക്കുക, ആ പേപ്പറിൻ്റെ ഒരു ടെക്സ്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പം മീഡിയം സർഫസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെന്നും നിങ്ങളുടെ ടെക്നിക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ 3 ടൈപ്പ് പേപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. റഫ് പേപ്പർ ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മീഡിയം സർഫസ് ടെസ്റ്റ് ചെയ്യുക, ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഐവറി ഷീറ്റ് പോലത്തെ പേപ്പേഴ്സും ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെന്നും നിങ്ങളുടെ സ്റ്റൈലും യോജിച്ച പേപ്പേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഇവിടെ നമ്മൾ ടൂൾസിലല്ല ഫോക്കസ് ചെയ്യുന്ന പ്രോസസ്സിലാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രോയിങ് പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി സൗകര്യമായൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് സ്ലോ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് വളരെ സ്ലോ ഡൗൺ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കും. തേർഡ് പോയിന്റ്, ബിൽഡ് യുവർ ഓൺ സ്റ്റൈൽ. ഇപ്പോൾ നിങ്ങൾക്ക് പെൻ ഡ്രോയിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ചെയ്യുക. നമുക്ക് പെൻ ഡ്രോയിങ് തന്നെ കാർട്ടൂണിഷ് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റും, വളരെ മിനിമലായിട്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടേതായ സ്റ്റൈൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതിനായിട്ട് നിങ്ങൾക്ക് ഹാച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഹാച്ചിങ് മെത്തേഡ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പാരലൽ ഹാച്ചിങ് ഉണ്ട്, ക്രോസ് ഹാച്ചിങ് ഉണ്ട്, കോണ്ടൂർ ഹാച്ചിങ് ഉണ്ട്, ക്രോസ് കോണ്ടൂർ ഹാച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിപ്ലിംഗ്, സ്കംബ്ലിംഗ് എന്നുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മെത്തേഡ്സും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിൽ ഒരു മെത്തേഡ് മാത്രം വെച്ച് വേണമെങ്കിൽ പെൻ ഡ്രോയിങ് ചെയ്യാം. അതുകൂടാതെ കോമ്പിനേഷൻസ് ഓഫ് ഓൾ ദീസ് മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മിക്കവാറും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു 2-3 മെത്തേഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്യുക. ചില സമയത്ത് ഞാൻ പാരലൽ ഹാച്ചിങ് ഉൾപ്പെടുത്താറുണ്ട്, അതിൻ്റെ ഒപ്പം കോണ്ടൂർ ഹാച്ചിങ്ങും അതിൻ്റെ ഒപ്പം ക്രോസ് ഹാച്ചിങ് ഉൾപ്പെടുത്താറുണ്ട്.
അത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ സ്വഭാവം, നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു സ്റ്റൈലും അനുസരിച്ചിട്ടിരിക്കും. പക്ഷേ ഏറ്റവും ബെറ്റർ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സ് എല്ലാ മെത്തേഡും പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. 4th പോയിന്റ്, ബി കോൺഫിഡൻറ്റ്. നമ്മൾ പെൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തെറ്റുപറ്റാം. നല്ലൊരു ചിത്രം വരച്ച് ചിലപ്പോൾ ഫിനിഷിങ്ങിലായിരിക്കും തെറ്റുപറ്റാനുള്ള ചാൻസ്. അങ്ങനെ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് മൊത്തം കൊളാവും, പിന്നെ നമുക്ക് ഡ്രോയിങ് യൂസ്ലെസ് ആവും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയാകുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പെൻ ഡ്രോയിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻ്റ് ആയിട്ട് വരയ്ക്കുക. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റ് നമ്മൾ മറന്നുകൊണ്ട് വര കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുന്നുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമുക്കറിയുന്ന ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബേസിക് മെത്തേഡ്സ് എല്ലാം ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺഫിഡൻസും കൂടി ആവുന്ന സമയത്ത് തെറ്റ് പറ്റി കഴിഞ്ഞാലും പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുത്താൽ തീർച്ചയായിട്ടും നല്ല ഡ്രോയിങ് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. സോ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. അത് കൂടാതെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, നീറ്റ്നെസ് ആണ്. നിങ്ങളുടെ ഡ്രോയിങ് പേപ്പർ നല്ല രീതിയിൽ ചുളിയാതെ നല്ല രീതിയിൽ നീറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡ്രോയിങ് പേപ്പറിൻ്റെ വൈറ്റ് പോർഷൻസ് അത് നല്ല വൈറ്റായിട്ട്, പെന്നിൻ്റെ മഷിയൊന്നും പടരാതെ വൈറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അത് കൂടാതെ നിങ്ങൾ പെന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം പെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെന്നിൻ്റെ ഇടയിലൂടെ മഷി ഇങ്ങനെ ലീക്ക് ആവുന്ന പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ആ മഷി കുറച്ചും കൂടി കട്ടിയായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഒരു തുണി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ പെന്നാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഷെയ്ഡെല്ലാം ലൈറ്റ് ആയിരിക്കും. സോ നിങ്ങൾ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പുതിയ പെന്ന് എടുക്കുക, എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ഇത് യൂസ് ചെയ്ത് കുറേ നേരം കഴിയുന്ന സമയത്ത് ആ പെന്ന് ഓട്ടോമാറ്റിക്കലി ഡാർക്കായിട്ട് വരും. മഷി നല്ലോണം ഇറങ്ങി ഡാർക്കായിട്ട് വരും. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ്സ് ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5th പോയിന്റ്, പ്ലാൻ വേർ ടു സ്റ്റോപ്പ്. നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിലും പെൻസിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും പെൻ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു പ്ലാനിങ് വേണം, എവിടെ നിർത്തണമെന്ന്. കാരണം നമ്മൾ നിർത്താതെ നമ്മളൊരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഗ്രാജുവലി നല്ലൊരു പടം വീണ്ടും മോശമാകാതെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അക്രിലിക് പെയിൻറ്റിംഗ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. പെയിൻറ്റിങ് ചെയ്ത് ഒരു സ്വീറ്റ് സ്പോട്ടിൽ നമ്മുടെ പെയിൻറ്റിങ് എത്തും, നമുക്കത് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ അത് വീണ്ടും ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാഫ് താഴോട്ടാണ് പോവുക. പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് സാധിക്കും. സെയിം പോലെ തന്നെയാണ് പെൻ ഡ്രോയിങ്. പക്ഷേ പെൻ ഡ്രോയിങ്ങിൽ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓവർഡൂ ചെയ്യുന്നതിനനുസരിച്ച് ചിത്രം നല്ല രീതിയിൽ മോശമായിട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു സ്വീറ്റ് സ്പോട്ടിൽ നമ്മുടെ ഡ്രോയിങ് കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സ്റ്റാർട്ടിങ്ങിലെ തന്നെ നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്താണ് അതിൻ്റെ ഒരു ഇമാജിനേഷൻ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ വീഡിയോ പെൻ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് ബിഗിനേഴ്സിനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് തന്നത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോ കാണുന്ന പെൻ ഡ്രോയിങ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ട് ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻ ഏതാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ബിഗിനേഴ്സിന് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.